ഇവിടെ റിലീജിയൻ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഹിന്ദുവും മിക്സ് ചെയ്യേണ്ട, അവിടെ മുസ്ലിമും മിക്സ് ചെയ്യേണ്ട. അത് ആര് ചെയ്താലും അതിനെ നമ്മൾ എതിർക്കുക. ഇത് ഇവിടെ നമ്മളുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ്. ഇതൊരു റിയാലിറ്റിയാണിത്. ഈ സാധനം ഇതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ടത് മുന്നോട്ട് പോവുക. ഇത് ചില ഏത്തിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പോലും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഓണം പോലും പാടില്ല. അതിനോടും എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇതിൻ്റെ ഭാഗമായി മാറുക. ഇപ്പം മാപ്പിളപ്പാട്ട് നമ്മൾ കാണുന്നു, ഒരാൾ മാപ്പിളപ്പാട്ട് പാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ മൂട്ടിലടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ പാടിക്കൊടുക്കുക, അത്ര തന്നെ. അതല്ലേ ചെയ്യുക. ഒപ്പന കളിക്കുന്നു, ഒപ്പന കാണുക, കൈയടിച്ചു കൊടുക്കുക, അതല്ലേ നമ്മൾ ചെയ്യുക. പക്ഷേ ഇപ്പം നബിദിനം വരുന്നു. സത്യത്തിൽ നബിദിനത്തെ ഞാനിപ്പോൾ കൂടെ നിർത്താറാണ് ചെയ്യാറ്. അത് അവർ ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചില ആളുകൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ കാണും. സംഗതി നബിയോ പറയുന്നതിനോട് നമുക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷേ ഈ നബിദിനത്തിൻ്റെ പേരിൽ അവർ കാട്ടിക്കൂട്ടുന്ന കുറേ സംഗതികളുണ്ട്. അതുവഴി എന്താ സംഭവിക്കുന്നത്? ഹിന്ദു സ്ത്രീ വന്ന് നോട്ടുമാല ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷമില്ല. അങ്ങനെയെങ്കിലും ഒരു 10 ഹിന്ദുവിൻ്റെ അടുത്ത് അവർ പോയി ഒന്ന് ഇടപെടുകിട്ടുന്നേ. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു നോട്ടുമാല വിടട്ടെ. ഈ നോമ്പിൻ്റെ കാലത്ത് കാണുന്ന കാര്യം, ഇഫ്താർ വിരുന്ന്, നമ്മളെന്തിനാണ് അതിനെ എതിർക്കുന്നത്? നല്ല ബിരിയാണി കിട്ടുന്ന സമയമല്ലേ?